ഒരു മനുഷ്യൻ എവിടെയെങ്കിലും എത്തണമെന്നൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് എനിക്കൊരു മതപ്രഭാഷകനാകണം, എനിക്കൊരു വാഇദാകണം, എനിക്കൊരു മുദരിസാകണം, എനിക്കൊരു ഖതീബാകണമെന്നൊരു മുത്തഅല്ലിം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു ബിസിനസ്സുകാരൻ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ബിസിനസ്സുകാരനാകണമെന്ന് ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ളതാകുന്ന ഒരു സാലിഹായ ഒരു മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കുന്നതാകുന്ന ഏതെങ്കിലും ഒരു സഹോദരനുണ്ടെങ്കിൽ, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ പോലെ, ഈജിപ്തിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ പോലെ, അവിടുത്തതാകുന്ന ഭാര്യമാരെ പോലെ സാലിഹത്തുകൾ എനിക്ക് ചേരണമെന്ന് ഒരു പെണ്ണ് പൈവളികൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, രാത്രിയിലെ 2 റക്അത്ത് സുന്നത്ത് നിർബന്ധമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. തഹജ്ജുദ് നിസ്കരിക്കണം. എല്ലാ ദിവസവും 2 റക്അത്ത് തഹജ്ജുദ്, ഉറക്കിൽ അല്പം എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയത്ത് നിസ്കരിക്കാൻ നീ തയ്യാറായാൽ മാഷാ അല്ലാഹ് നീ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അല്ലാഹു എത്തിക്കും. ശേഷം ദുആവും വേണം. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നമ്മൾ ദുആ ചെയ്താൽ എവിടെ എത്തണോ, ഏത് പോസ്റ്റാണ് നീ ആഗ്രഹിക്കുന്നത് അവിടെ എത്തും. ഖുർആനാണ്, അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തിന് നീ അർഹനാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഈ ആയത്ത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല മുഫസ്സിർ, വേറൊരു വിഷയമാണത്, അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ ആഴത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞാനൊന്ന് ഉണർത്തിയൊന്ന് മാത്രം മോമിനീങ്ങൾക്ക്. കാരണം ഇതിൻ്റെ സമാപന ദിവസത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും അനുവർത്തിക്കാൻ അമൽ ആഗ്രഹിച്ചു വരുന്ന വിശ്വാസിനികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. നേരത്തെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം മഹത്വം പറഞ്ഞതും അതിന് തന്നെയാണ്. സാലിഹീങ്ങളാകുന്ന മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടിയൊക്കെ മനസ്സാഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ നിങ്ങൾ ചെല്ലണേ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം മുടങ്ങാതെ ചെയ്തിരുന്ന ദിക്റായിരുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അള്ളാഹു മുറുകെ പിടിക്കാൻ തൗഫീഖ് തരട്ടെ. രണ്ടാമതായി പറയാണ്, തഹജ്ജുദ് മുടക്കരുത്. നമ്മൾ സാലിഹീങ്ങളായി തീരും. എനിക്ക് സാലിഹാകണമെന്നുള്ള നിയ്യത്തിൽ, സാലിഹീങ്ങളിൽ ചേരണമെന്നുള്ള നിയ്യത്തിൽ മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് 2 റക്അത്ത് തഹജ്ജുദ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സുബഹിക്ക് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്ക്, വുദൂ എടുക്കുക, 2 റക്അത്ത് നിസ്കാരം. വളരെ പ്രയാസമാണ്. തഹജ്ജുദ് മുടങ്ങാതെ കൊണ്ടുവരും. വളരെ പ്രയാസം. കാരണം ഏറ്റവും കൂടുതൽ പിശാച് നമുക്ക് ഉറക്കവും ക്ഷീണവും തരുന്ന സമയം അതാണ്. അതുകൊണ്ടാണ് സുബഹി നിസ്കരിക്കാൻ വളരെ പ്രയാസമാണ്. ഒരാൾ കൃത്യമായി സുബഹി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അയാൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരാൾ സുബഹി നമസ്കരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ, മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത അടിമയിൽ നീ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. റബ്ബിന് പൊരുത്തക്കേടുള്ള എന്തോ നിന്റെ ജീവിതത്തിൽ തെറ്റുണ്ട്. അതുകൊണ്ടാണ് സുബഹിക്ക് നിനക്ക് തൗഫീഖ് കിട്ടാത്തത്. പുരുഷന്മാരും സ്ത്രീകളും കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. സുബഹി നിസ്കരിക്കാൻ മടിയും അലസതയും ഉണ്ടോ, റബ്ബ് നിന്നെ പൊരുത്തപ്പെടാത്ത എന്തോ നിന്റെ ജീവിതത്തിൽ തെറ്റുണ്ട്. അതാണ് നിനക്ക് അതിന് സൗഭാഗ്യം കിട്ടാത്തത്. അത് ഖളായി പോകാൻ പാടില്ല. സുബഹി അവ്വൽ വഖത്ത് വരണം. സുബഹിക്ക് ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്തുണ്ട്. അത് റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് ഏത്? സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. അള്ളാഹു മുടങ്ങാതെ പിടിക്കാൻ തൗഫീഖ് തരട്ടെ. മൻ സ്വല്ല സുന്നത്തൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലിക്കൽ ലൗമി അലമുൻ ശഫീഉന റസൂലുള്ളാഹി. അലം അലം എന്നുള്ള 2 സൂറത്ത് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സുബഹിയുടെ സുന്നത്ത് നിസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അന്നത്തെ ദിവസം ഒരു വിഷമമോ ടെൻഷനോ പ്രയാസമോ വേദനാജനകമാകുന്ന ഒന്നോ അവൻ ഉണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഹദീസാണ്. സ്വഹാബത്ത് പിടിച്ചു വെച്ച അമലാണ്. എല്ലാ സ്വഹാബത്തും മുടങ്ങാതെ ചെയ്തു വന്നതാകുന്ന നിസ്കാരമാണ്. എല്ലാ അയിമത്തുകളും എല്ലാ സൂഫികളും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതാണ്. സുബഹി നിസ്കാരം 2 റക്അത്ത് മാത്രമല്ല, എന്തുകൂടി വേണം? സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. ബാങ്ക് വിളിച്ച ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. അതിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഉടനെ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് പൂർണ്ണമായി ഓതുക. അതിനോടൊപ്പം തന്നെ ആദ്യ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാൽ ഏറ്റവും ബെറ്ററാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഏതൊക്കെ സൂറത്ത്? അലം നശ്റഹ് ലക സദ്റക എന്നുള്ള സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്. ഇത് 2 ഓതി നിസ്കരിക്കണം. സുബഹിയുടെ സുന്നത്ത് അങ്ങനെയാണ് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചിട്ട് നിങ്ങളൊന്ന് ദുആയിരുന്നു നോക്കിക്കേ. ഞാൻ ഈ പറഞ്ഞൊരു വിഷയം ഒരു 40 ദിവസം ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉറപ്പായിട്ട് ഖൈർ തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു 40 ദിവസം മുടങ്ങാ ചെയ്യാൻ പറഞ്ഞ എന്താ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ദായിമാവും. അതുകൊണ്ടാണല്ലോ ജമാഅത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
40 ദിവസം മുടങ്ങാതെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ജുമുഅ ജമാഅത്തുകളെ കൃത്യമായി ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചാൽ, ഒന്നാമത്തെ തക്ബീർ ഇമാം കൈകെട്ടുമ്പോൾ തന്നെ എത്തിക്കുന്ന വിധത്തിൽ അവൻ കൃത്യമായി 40 ദിവസം ജുമുഅ ജമാഅത്ത് ശ്രദ്ധിച്ചാൽ കുതിബ ലഹു ബറാഅത്താൻ, 2 കാര്യങ്ങൾ അവനിൽ നിന്ന് ഒഴിവാകും. 2 കാര്യങ്ങൾ അടയാളപ്പെടുത്തും. ഒന്ന്, ബറാഅത്തും മിനൻ നിഫാഖി, മുനാഫിഖ് എന്നുള്ള പദത്തിൽ നിന്ന് അവൻ ഒഴിവാകും, കാപട്യത്തിൽ നിന്ന് അവൻ ഒഴിവാകും. 2, വബറാഅത്തും മിനൻ നാരി, നരകത്തെ തൊട്ടവനും ഒരു മോചനപത്രം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്ത് മതി? 40 ദിവസം ജുമുഅ ജമാഅത്ത് ഇമാമിനോടൊപ്പം അവ്വൽ തക്ബീർ, ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമും കൂടി ഇമാമ് കെട്ടുമ്പോൾ നീ അവിടെ ഹാദിറാവും. ഇതൊക്കെ പറ്റുമോ? അതൊക്കെ ശ്രദ്ധിച്ചാൽ പറ്റും. നിനക്ക് എല്ലാ ജമാഅത്തും 40 ദിവസം നീ പള്ളി വന്നാൽ എല്ലാ ദിവസവും നിസ്കരിക്കാൻ വന്ന ഒരു 500 രൂപ വെച്ച് തരുമെന്ന് ഉസ്താദ് നിങ്ങളോട് പറഞ്ഞാൽ, ഖതീബ് ഉസ്താദ് പറഞ്ഞാൽ നിങ്ങൾ മുടങ്ങും. ഏതെങ്കിലും വക്കത്ത്, ഒറ്റ വക്കത്ത് മുടങ്ങൂല എന്ന് മാത്രമല്ല, വേണേ ബാങ്ക് വിളിക്കാനും കൂടി നിങ്ങൾ നിൽക്കും. ഉസ്താദ് വേണം, ബാങ്ക് നമ്മൾ ഏറ്റുള്ളത്, എന്തായാലും പൈസ തരുന്നേ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പോൾ ഒരു 500 രൂപയ്ക്കുള്ളതാകുന്ന വില പോലും നിങ്ങൾ എന്തിനു കൊടുക്കുന്നില്ല? ജുമുഅയ്ക്കും ജമാഅത്തിനും കൊടുക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനസ്സിലാക്കണം. അതുകൊണ്ട് 40 ദിവസം ജുമുഅ ജമാഅത്തുകൾ ശ്രദ്ധിക്കുക. എന്തിനാ ഇത് പറഞ്ഞത്? 40 ദിവസം ഈ പറഞ്ഞതുപോലെ ദിക്റുകളും ഔറാദുകളും ശ്രദ്ധിക്കുക. എന്തിനാ ഇത് പറഞ്ഞത്? 40 ദിവസം സുബഹിയുടേതാകുന്ന സുന്നത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തിനാണിത് പറഞ്ഞത്? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അത് ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ അങ്ങനെ വരും, ശീലമാകും, ഉറപ്പാണ്. അപ്പോൾ സുബഹി നിസ്കാരം വളരെ അഭികാമ്യമാണ്, അത് മുടങ്ങാൻ പാടില്ല. ഫഹുവ ഫീ ദിമ്മത്തില്ല, അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽ അവൻ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റബ്ബ് നമ്മളെ ഏറ്റെടുക്കും. നമ്മുടെ മുഴുവൻ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കണമെങ്കിൽ സുബഹി അവ്വൽ വഖത്തിൽ എഴുന്നേൽക്കണം, സുബഹി നിസ്കരിക്കണം. അപ്പൊ തഹജ്ജുദ് വേണം, സുബഹി അനിവാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പഠിക്കണേ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതായ ഘട്ടം. ആരാണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ചതായ വ്യക്തിയല്ലയോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഞാൻ പോകില്ല നബിയേ, തങ്ങൾ ജീവിച്ചിരിക്കുന്നതാകുന്ന നാട്ടിൽ നിന്ന് ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോകില്ല. തങ്ങളോടൊപ്പമുള്ള ജുമുഅ ജമാഅത്തുകൾ എനിക്ക് നഷ്ടപ്പെടുമല്ലോ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുആദേ ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും നിന്റെ കൈവെള്ളയിലേക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും അഭികാമ്യമാണ് നീ മുഖേന ഒരാളെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരൽ. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട യമനിലേക്ക് പോയി ജനങ്ങളെ ക്ഷണിക്കണേ, ഇസ്ലാമിലേക്ക് കൊണ്ടുവരണേ എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് പറയുമ്പോൾ മുആദ് റളിയല്ലാഹുവിന് പറയുകയാണ്, ആ വാക്യത്തിന്റെ ബലത്തിലാണ് ഞാൻ പോകുന്നത്. ഞാൻ മുഖേന ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് വന്നാൽ, ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ലോകം മുഴുവനും എന്റെ കൈവെള്ളയിൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലുത് അതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോഴാണ് എനിക്ക് പോകാനുള്ള മനസ്ഥിതി വന്നത്. ഞാൻ പരിശുദ്ധമായ യമനിലേക്ക് പോവുകയാണ്. നാട്ടിൽ ചെന്നുകൊണ്ട് വർഷങ്ങളോളം പ്രബോധനം നടത്തുകയാണ്. ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും വിശ്വാസികളായി. അവർ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചു, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ അവരോട് ആജ്ഞാപിക്കുകയാണ്. നാട്ടിലുള്ള പണക്കാരിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുത്ത് പട്ടിണി പാവങ്ങളുടെ കൈകളിലേക്ക് നൽകുകയാണ്. അവസാനം റസൂലുള്ള വഫാത്താവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലഘട്ടമായപ്പോ യമനിലെ ഗവർണറായി മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മാറ്റുകയാണ്. അധികാരത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ യമനിലേക്ക് ചെല്ലുകയാണ്. അവിടെയുള്ള പണക്കാരിൽ നിന്ന് സമ്പത്ത് മുഴുവനെ പിടിച്ചെടുക്കുകയാണ്. പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു വരുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്താണ് മുആദേ നീ കാണിക്കുന്നത്? അവിടെയുള്ളതാകുന്ന പട്ടിണി പാവങ്ങളുടെ
വിശപ്പടക്കണ്ടേ? എന്തിനാണ് സമ്പത്ത് മുഴുവനും നീ മദീനയിലേക്ക് കൊണ്ടുവന്നത്? മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, ഈ നാട്ടിലുണ്ടല്ലോ, യമൻ ദേശത്തുണ്ടല്ലോ, ഒരൊറ്റ പാവപ്പെട്ടവനുമില്ല. കൃത്യമായി നമസ്കാരം നിലനിർത്തി, കൃത്യമായി ഇബാദത്തുകൾ കണിശത വെച്ച്, സകാത്തുകൾ കൃത്യമായി വർഷാവർഷം അത് സിസ്റ്റമാറ്റിക്കായി കൊടുത്തു വീട്ടിയപ്പോൾ, റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതൽ ഞാൻ കൃത്യമായത് കൊടുത്തപ്പോ നാട്ടിലുള്ള പട്ടിണി പരിപൂർണമായി തുടച്ചു നീക്കപ്പെട്ടു. ഇപ്പൊ എല്ലാവരും ധനികരാണ്. അവരുടെ മുഴുവൻ സ്വത്തും എന്റെ കൈവെള്ളയിൽ തന്നു. അവിടെ ഒരു പാവപ്പെട്ടവനില്ല, അർഹതപ്പെട്ടവന് എന്ന് മുആദ് റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ജനങ്ങളെ മുഴുവനും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് മാത്രമല്ല, ആ നാട്ടിലുള്ളവരെ മുഴുവനും സൽസ്വഭാവികളാക്കി മാറ്റി, നിസ്കാരമുള്ളവരാക്കി മാറ്റി, സകാത്ത് കൊടുക്കുന്നവരാക്കി മാറ്റി, മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരാക്കി ജീവിച്ചു. സമ്പത്തിൽ സൂക്ഷ്മത വെച്ചതാകുന്ന മുആദ് റളിയല്ലാഹു അൻഹു വലിയ ധനികനായിരുന്നു. പക്ഷേ കയ്യിലുള്ളത് മുഴുവൻ രാത്രി കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. കാരണം എനിക്കൊരു സാലിഹായി തീരണം, എനിക്ക് മരിക്കുമ്പോൾ സാലിഹീങ്ങളൊപ്പം ചേരണം, അമ്പിയാക്കളോടൊപ്പം ചേരണം, എനിക്ക് മുമ്പേ നടന്നു പോയിട്ടുള്ളതാകുന്ന മഹത്തുക്കളാകുന്ന സ്വഹാബത്തെ കിറാമിനോടൊപ്പം ചേരണം. വല്ലാത്ത ആഗ്രഹമാണ്. മുആദ് റളിയല്ലാഹു അൻഹു അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തുണ്ട്. ഭാര്യയോട് പറയുന്നു, പ്രിയപ്പെട്ടവളെ, വലൽപ്പം മാറി നിൽക്കണേ, എനിക്കൊരു വിരുന്നുകാരൻ കടന്നു വരുന്നുണ്ട്. നല്ലതുപോലെ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ കുളിച്ചിട്ട് മനോഹരമാകുന്നതാകുന്ന കട്ടിലിന് മേൽ കടക്കുകയാണ്. ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ദിക്റിലായി കടക്കുകയാണ്. രണ്ട് കൈകളും ആകാശത്തിന് അധിപനായ പടച്ച റബ്ബിലേക്ക് കരമുയർത്തിക്കൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട അനുയായി, ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലും മദീനയിലും ഇസ്ലാമിക പ്രസരണത്തിന് വേണ്ടി നിലകൊണ്ട് അവസാനം ഒരു ജനതയെ മുഴുവനും ഇസ്ലാമികമാകുന്ന ആദർശത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന യമൻ ദേശക്കാരെ മുഴുവനും ഈമാൻ നിറച്ചു കൊടുത്തതാകുന്ന മുആദ് റളിയല്ലാഹു അൻഹു രണ്ട് കൈകൾ ആകാശത്തിലേക്ക് കട്ടിലിൽ കടന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ദുആ ഇറക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ ലം ഉഹിബ്ബ ദുനിയാ വതൂലൽ ബഖാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിനക്കറിയാമല്ല അല്ലാഹ്, ഈ പാവപ്പെട്ട മുആദ് ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല റബ്ബേ. അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല അല്ലാഹ്. ഈ പാവപ്പെട്ടതാകുന്ന മനുഷ്യൻ ആ രീതിയിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. അല്ലാഹ്, എനിക്ക് ഖൈറായ മരണം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അമിത്നി മിസ്കീനാ വഹീനി മിസ്കീനാ. എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിച്ച് എന്നെ പാവപ്പെട്ടവനായി മരിപ്പിക്കണേ റബ്ബേ. റസൂലുള്ളാഹിന്റെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. നാളെ പാവപ്പെട്ടവരോടൊപ്പം ഈ പാവപ്പെട്ട മുആദിനെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പറഞ്ഞു തീരേണ്ട താമസം വീടിന്റെ വാതിക്കൽ സലാമിന്റെ ഒച്ച കേൾക്കുകയാണ്. ഖാബിലുൽ അർവാഹ് മലക അസ്റായീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് സലാം പറയുകയാണ്. വഅലൈക്കുമുസ്സലാം എന്ന് സലാം അടക്കിയിട്ട് പറയുകയാണ്. വഅലൈക്കുമുസ്സലാം യാ മലക്കൽ മൗത്ത്. മലക്കുൽ മൗത്തേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് തിരിച്ച് സലാം അടക്കിയപ്പോഴാണ് വീട്ടുകാരും കുടുംബാദികളും അറിയുന്നത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ വിളിച്ചു പറയുകയാണ്, മർഹബൻ ബിൽ മൗത്ത് മർഹബാ ജഅല ഫഖാ. കടന്നു വരണേ, സ്വാഗതമാണ്, സ്വാഗതമാണ്, മരണത്തിന് സ്വാഗതമാണ്. മർഹബൻ ബിൽ മൗത്ത്, മർഹബൻ ബിൽ മൗത്ത്. കഴിയുമോ പൈവളികയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സാഹചര്യത്തിൽ കുടുംബാദികൾ, ബന്ധുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ നോക്കി നിൽക്കുമ്പോ ഇതുപോലൊരു സലാം പറഞ്ഞ് മർഹബൻ ബിൽ മൗത്ത്, മരണത്തിന് സ്വാഗതമോദാ കഴിവുണ്ടാകുമോ? ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്തിന് സ്വാഗതമോരുകയാണ്. മർഹബൻ
മർഹബൻ ബിൽ മൗത്ത്, മരണത്തിന് സ്വാഗതമാണ്, സ്വാഗതമാ, കടന്നു വരണേ മലക്കുൽ മൗത്തേ, മർഹബാ ജഅല ഫഖാ. ദാരിദ്ര്യത്തിന്റെ പ്രഥമകാഷ്ഠയിൽ, ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലക്കിൽ ഉടുക്കാനൊരു തുണിയല്ലാതെ മറ്റൊന്നുമില്ല, കഴിക്കാനൊരു ഭക്ഷണം പോലുമില്ലാത്ത, ഒരു പറ്റ അരി പോലുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ നീ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ടുള്ളത്. വല്ലാത്ത സന്തോഷമാണ്, സന്തോഷമാണെന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച്, തന്റെ സമ്പത്ത് മുഴുവനും തൊഴുത്ത്, തന്റെ ജീവിതം പരിപൂർണമായ ദീനിനു വേണ്ടി സമർപ്പിച്ച്, റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, മരണത്തെ കൊതിച്ചുകൊണ്ട്, സാലിഹക കൊതിച്ചുകൊണ്ട് കഴിയുകയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അസ്റായിൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നമ്മൾ ജീവിക്കേണ്ടതും നമ്മൾ കഴിയേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും അത്തരത്തിലുള്ള ജീവിതത്തിനാണ്, ജീവിതത്തിനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനല്ലേ, ഖുർആനിലെ ഏറ്റവും വലിയ ചരിത്ര പുരുഷനല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാം. റസൂലുള്ളാഹിയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യു ഖിസ്സസിൻ അഅജബു ഖസസിൽ ഖുർആൻ, ഖുർആനിലെ കഥകളിൽ, ഖുർആനിലെ ചരിത്രങ്ങളിൽ ഏറ്റവും വലിയ ചരിത്രം ഏതാണ്, ഏറ്റവും അത്ഭുതകരമായ ചരിത്രം ഏതാണ്? റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബ, ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫ് നബിയുടെ ചരിത്രമാണ്. ഖിസ്സത്ത് യൂസുഫ, യൂസുഫിനിവിടെ ചരിത്രമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ, സമ്പത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്താൻ, മാനസികമായി തളർത്താൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞു നടക്കാൻ ഈ സമുദായത്തിൽ എത്രയോ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങൾ അത്തരത്തിലുള്ള വിള്ളലുകളിലാണ്, തകർച്ചയിലാണ്. യൂസുഫ് നബിയുടെ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് ലോക ചരിത്രങ്ങളിൽ ഖുർആനിലെ ഏറ്റവും അത്ഭുതകരമായ ചരിത്രമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അല്ലാഹു കൊടുത്തിരിക്കുകയാണ്. ആ സൂറത്തിന്റെ അവസാന ഭാഗത്തേക്ക് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒന്ന് കണ്ണോടിക്കണം. കാസർഗോഡ് ജില്ലയിലെ പൈവളകയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസിനികൾ ഖുർആൻ ഒന്ന് തുറക്കണേ. അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. പ്രവാചകനാണ് യൂസുഫ് നബി. റസൂലുള്ളാഹി പോലും മഹത്വവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞ മനുഷ്യനാണ്. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ മകനാണ്, ഇസ്ഹാഖിന്റെ മകനാണ്, യാക്കൂബിന്റെ മകനാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. അതേ പേരക്കുട്ടിയാണ്, പേരക്കുട്ടിയാണ്. പേരക്കിടാങ്ങളെ ബഹുമാനിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യത്തിൽ നിന്ന് ഉറപ്പാണ്. നാലാമത്തെ പേരക്കുട്ടിയായി റസൂലുള്ളാഹി പരിചയപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബിയുടെ പൊന്നുമോനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. കറുത്തോറ മക്കാമിൽ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന സയ്യിദ് അവരുടെ നാലാമത്തെ തലമുറയാണ്. വന്നിരാകുന്ന പ്രിയപ്പെട്ട സാദാത്യങ്ങൾ, നമ്മുടെ നാട്ടിൽ അന്തിവിശ്രമം ചെയ്യുന്നവർ, അവരെ ആദരിക്കണേ, ആദരിക്കണേ. റസൂലുള്ളാഹി പേരക്കിടാങ്ങൾ ആദരിച്ചുകൊണ്ട് പറഞ്ഞ വാക്യമാണ് അൽ കരീം. മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്വവൽക്കരിച്ച യൂസുഫ് നബി അലൈഹിസ്സലാം സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വമല്ലയോ? ഖുർആനിൽ പേര് പറഞ്ഞ വ്യക്തിയല്ലയോ? സാലിഹാണ് എന്ന് അടയാളപ്പെടുത്തിയ വ്യക്തിയല്ലയോ? അദ്ദേഹം തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, അധികാരത്തിന്റെ പരമോന്നത പദവി നൽകി എന്നെ
നീ ആദരിച്ചു അല്ലാ. 10 സഹോദരങ്ങൾ കൂടി എന്നെ തഴഞ്ഞു, എന്റെ നാട്ടുകാരെന്നെ ഒറ്റപ്പെടുത്തി, എന്റെ കൂട്ടുകാരെന്നെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞു. എല്ലാവരും കൊണ്ടുപോയി എന്നെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. ഞാൻ തീർന്നെന്നു കരുതി. പക്ഷേ ആ കിണറ്റിൽ നിന്ന് സൂര്യനെ പോലെ പൊതിച്ചുന്നു ഞാനിതാ കടന്നു വന്നു. ഇസ്ലാമിന്റെ പ്രസരണമായ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി ഞാനിതാ മുന്നിലേക്ക് കടന്നു വന്നു. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവാണ്. ഞാൻ ഈജിപ്തിന്റെ ഗവർണറായി, ഞാൻ ഈജിപ്തിൻ്റെതാകുന്ന മന്ത്രിപദത്തിലേക്ക് കടന്നു വന്നു. എന്റെ മുന്നിൽ വന്നുകൊണ്ട് എന്റെ വാപ്പയോടൊപ്പം എന്റെ 10 സഹോദരങ്ങളും വന്ന് എന്റെ മുന്നിൽ വന്നുകൊണ്ട് റേഷൻ അരിക്ക് വേണ്ടി ഓച്ചാനിച്ച് കൈനീട്ടി എന്റെ കൈ കൊണ്ട് ഞാൻ അവർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്തു. മിനൽ മുൽക്ക്, അധികാരത്തിന്റെ പരമോന്നത പദവി നൽകി എന്നെ ആദരിച്ച അല്ലാഹ്. വഅല്ലംതനി മിൻ തഅവീൽ അഹാദീസ്, എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു നൽകിയ പടച്ച റബ്ബേ, സ്വപ്നത്തിന്റെ എല്ലാ വ്യാഖ്യാനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പഠിപ്പിച്ചു നൽകിയ അല്ലാഹുവേ. ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ച അല്ലാഹ്. അന്ത വലിയി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ സഹായി അല്ലാഹ്. നിന്നോട് ഈ പാവപ്പെട്ട യൂസുഫ് എന്ന പ്രവാചകനോട് ചോദിക്കാനുള്ളത്, എനിക്ക് നിന്നോട് തേടാനുള്ളത് 2 കാര്യമാ. തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. ആരാണ് ദുആ ചെയ്യുന്നത്? പൈവെളകയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം കേൾക്കേണ്ട വാക്കാണ്. അഹങ്കരിക്കല്ലേ മുസ്ലിമേ. നീ നിസ്കരിച്ചതുകൊണ്ടോ, നീ നോമ്പ് നോറ്റതുകൊണ്ടോ, നീ സക്കാത്ത് കൊടുത്തതുകൊണ്ടോ, നീ ഹജ്ജ് ചെയ്തുകൊണ്ടോ, നീ പാപങ്ങളുടെ കണ്ണീരപ്പിയതുകൊണ്ടോ, നീ നിരാലംബര കമലമായതുകൊണ്ടോ റബ്ബ് നിന്നെ സ്വീകരിച്ചോണമെന്നില്ല. റബ്ബിലേക്ക് ദുആ ചെയ്യാൻ മടിക്കല്ലേ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം നിസ്കരിച്ച മനുഷ്യനാണ്, ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രബോധന ദൗത്യവുമായി നിലകൊണ്ട വ്യക്തിത്വമാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ജീവിച്ച മനുഷ്യനാണ്. എന്നിട്ടും ദുആഇന് യാതൊരുവിധ കുറവുമില്ല. അല്ലാഹുവിനോട് 2 കരങ്ങളും ഉയർത്തി ദുആ ചെയ്യുകയാണ്. തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. വൽഹഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. സാലിഹായി എന്നെ നീ മരിപ്പിക്കണം, അവരോടൊപ്പം എന്നെ നീ ചേർക്കണം. നോക്കൂ നിങ്ങൾ, എത്ര വലിയ ദുആ ആണിത്. അപ്പൊ സാലിഹാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എല്ലാ അമ്പിയാക്കളും സാലിഹീങ്ങളാണെന്ന് പറഞ്ഞ ഖുർആൻ തന്നെ ഈ ദുആ നമ്മളെ പഠിപ്പിക്കാൻ. യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനെ കുറിച്ച് പഠിപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ ദുആവും പഠിപ്പിക്കുന്നു. മുത്തുനബിക്ക് നൽകപ്പെട്ട ഖുർആനിൽ എന്തുകൊണ്ട് മുൻകാലമാകുന്ന പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു പറയുന്നു. പറയുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം അതാണ്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും സർവ്വമഹത്തുക്കളും ചോദിച്ചിട്ടുള്ളത്, അല്ലാഹുവേ എന്നെ സാലിഹീങ്ങളാക്കണേ എന്നാണ്. സാലിഹീങ്ങളാക്കണേ. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി برحمتك في عبادك الصالحين. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എനിക്കും എൻ്റെ പിതാക്കൾക്കും നീ നൽകിയിരിക്കുന്ന അനുഗ്രഹം അവർണ്ണനീയമാണ്. അല്ലാഹുവേ നന്മ പ്രവർത്തിക്കുകയും സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് സാലിഹീങ്ങളോടൊപ്പം ചേരാൻ നീ തൗഫീഖ് നൽകുകയും ചെയ്യണേ അല്ലാഹ്. എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്തു, സാലിഹാവണം, സാലിഹാവണം, സാലിഹാവണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും എന്ത് വേണം? സാലിഹാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന വേണം. ഞാനിപ്പോൾ പറഞ്ഞത് എല്ലാ അമ്പിയാക്കളും സാലിഹീങ്ങളാണ്. നമ്മൾ എന്ത് ചോദിക്കണം? അല്ലാഹു എന്നെ നീ സാലിഹീങ്ങൾ ചേർക്കണേ, മോമിനായി ജീവിപ്പിച്ച് മോമിനായി മരിപ്പിക്കണേ. തവഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്സാലിഹീൻ. നമ്മുടെ പള്ളിയിലെ ഖത്തീബുമാർ ദുആ ഇറക്കുന്ന ദുആ. നമ്മൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. ചിലർ എഴുന്നേറ്റ് പോകും. ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയതാണ് എഴുന്നേക്കൽ ഇച്ചിരി കൂടുതൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത്ര വലിയ ധൃതിയാണെങ്കിൽ അല്ലാഹു വീട്ടിൽ കരിച്ചോളൂ.
2 മിനിറ്റ് കൂടി അവൻ ഇരിക്കാൻ വില. സുബ്ഹാനല്ലാഹിക്ക് വിലയില്ല, അൽഹംദുലില്ലാഹിക്ക് വിലയില്ല, അല്ലാഹു അക്ബർ വിലയില്ല. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10, ഒരു ദുആ. മാക്സിമം പോയ 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് കൂടി ഇരിക്കാൻ ഇത്ര ധൃതിയാണെങ്കിൽ പിന്നെ നീ എന്ത് സുന്നിയാണ്? സുന്നത്തേമായത്തിൽ പെടുന്നവൻ ആ 10 മിനിറ്റ് അവിടെ ഇരിക്കണ്ടേ? വിക്റും ദുആവും ആർക്ക് വേണ്ടിയാട്ടാ? ആ മഹല്ലത്തിനും ആ സമുദായത്തിലുള്ള ആളുകളുടെ ഐക്യത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് ഖതീബ് ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആരൊക്കെ ആളില്ല, കഴിഞ്ഞേറ്റ് പോവാ, ഭയങ്കര തിരക്ക്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആ ദുആകൾ ഉണ്ടാവണം. മഹല്ല സംവിധാനത്തിൽ നടക്കുന്ന മുഴുവൻ പരിപാടികൾക്കും മഹല്ല കമ്മിറ്റിക്കാരും പങ്കെടുക്കണം. കമ്മിറ്റി ഓഫീസ് ഓടാമ്പഴ് തുറക്കാൻ പോവുക. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് സാർ ഓഫീസ് കമ്മിറ്റി ഉണ്ടായിരുന്നു. എന്ത് കമ്മിറ്റി? ആദ്യം ദുആ കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് മതി കമ്മിറ്റി. ആദ്യം ഇത് കഴിയട്ടെ. മഹല്ല സംവിധാനത്തിൽ നടക്കുന്നതല്ലേ. ആ ദുആകൾ കമ്മിറ്റി ഭാരവാഹികൾ മുഴുവൻ നിർബന്ധമായും പങ്കെടുക്കണം. എങ്കിലേ അതിലൊക്കെ ഇസ്സത്തുണ്ടാവൂ, ബറക്കത്തുണ്ടാകുള്ളൂ, ശാശ്വതത്വം ഉണ്ടാവുള്ളൂ. നിയമങ്ങൾ നമ്മളല്ലേ ആദ്യം പാലിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ സുബ്ഹാനല്ലാഹ് വിളിക്കുമ്പോൾ കമ്മിറ്റിയുടെ ഓടാമ്പല് തുറന്നു, അൽഹംദുലില്ലാഹ് വിളിക്കുമ്പോൾ മൂപ്പര് അവിടുന്ന് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു പ്രസിഡന്റ്. അല്ലാഹു അക്ബർ വിളിക്കുമ്പോഴത്തേക്ക് സെക്രട്ടറിയും കയറി. 1000 ചെല്ലുമ്പോൾ ഇവരെല്ലാവരും വന്ന് 10,000 കമ്മിറ്റി, ഇവിടെ കമ്മിറ്റി കുടിക്കൊണ്ടിരിക്കുക. ദ്വാരക്കുന്ന സമയത്ത് ഇവിടെ ഒച്ചപ്പാട്, ഇവിടെ കോഴി ലേണം. ആ 100, 500, 1000 നമ്മുടെ ഇതെങ്ങനെ പിന്നെ ശരിയാവും? അപ്പൊ നിസ്കാരത്തിനു ശേഷമുള്ള ദുആകൾക്ക് നിങ്ങൾ തന്നെ താല്പര്യമില്ല, അത് അതിനനുസരിച്ച് തന്നെ പോയി. അപ്പൊ അതിന്റെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് അവിടെ മുതൽ മഹല്ലിന്റെ സംവിധാനം മുതൽ നന്നാവണം, നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ സാലിഹീങ്ങളോടൊപ്പം ചേരാൻ ഈ സദസ്സ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരെല്ലാം ഏതെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണോ ഈ പൈവളിക സാദാത്യങ്ങളുടെ സൗദത്തിലേക്ക് വന്നിട്ടുള്ളത്? ആയിരങ്ങളുണ്ട്, പ്രിയപ്പെട്ട വിശ്വാസികളുണ്ട്. ഞങ്ങളുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. മഹാന്മാരോടൊപ്പം സ്വർഗത്തിലേക്ക് അണയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്.